CPIM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി ഇതിനെ എടുക്കുന്നില്ല ഇപ്പോഴും എന്നതിൽ എനിക്ക് അത്ഭുതമുണ്ട്. തൃശ്ശൂരിലെ DC സെക്രട്ടറി ഈ വിഷയത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നോക്കുക, ഇന്നിപ്പോൾ CPIMൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോയി നോക്കുകയാണ്. നോക്കൂ, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം ഇതാണ്. വേറെ ഏതാണ് വിഷയമെന്ന് ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ കഴിയും. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള വോട്ട് അട്ടിമറി നടന്നതിനെക്കുറിച്ചാണ് ആളുകൾ മുഴുവൻ സംസാരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് പോലും ഈ വിഷയമാണ് നിരന്തരം സംസാരിക്കുന്നത്. CPIMൻ്റെ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. അതിനകത്ത് നിരന്തരമായി അവർക്ക് പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഗതികൾ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് വരുന്നില്ല, ഇതുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല. അവരുടെ ജനറൽ സെക്രട്ടറി നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒരു പോസ്റ്റർ അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എഡ്യൂക്കേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതി അവരവരുടെ പേജിലൂടെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ പ്രധാന നേതാക്കൾ, ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ രംഗത്തിറങ്ങി വന്നുകൊണ്ട് ഈ നടത്തിയിട്ടുള്ള വോട്ട് ചോരി എന്ന് പറയുന്ന ഏർപ്പാട് അല്ലെങ്കിൽ ഈ വോട്ട് കൊള്ള അത് തുറന്നു കാണിക്കാനുള്ള ബാധ്യത CPIMൻ്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ട്. അവർക്ക് CPIMന് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള റീച്ചുള്ള നേതാക്കളുണ്ട്, റീച്ചുള്ള പാർട്ടിയാണ്. ഏറ്റവും അടിത്തട്ടിലടക്കം ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശേഷിയുള്ള സംവിധാനം അതിനുണ്ട്. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കാണുന്ന പ്രശ്നം എന്താണ്? നിങ്ങളുടെ വോട്ട് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അത് ഏറ്റവും അടിത്തട്ടിലെ വീടുകളിൽ പോലും പോയി എത്തിക്കാനുള്ള സംവിധാനം രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കില്ല, അവിടെ മിക്കർക്കുമില്ല. പക്ഷേ ഇവിടെ പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞാൽ, CPIMൻ്റെ സെക്രട്ടേറിയറ്റ് ഒരു കാര്യം പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ വീട്ടിലും അത് എത്തിക്കാനുള്ള മെക്കാനിസമുള്ള പാർട്ടിയാണ് CPIM. ആ പ്രതീക്ഷ വെച്ചിട്ടാണ് CPIMനെ കുറിച്ച് പറഞ്ഞത്. CPIM അതിനകത്ത് എടുക്കുന്ന ഒരു അല്പം സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുകയാണ്. അതെന്തിനാണത്? ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് തൃശ്ശൂരിലെ മാത്രം പ്രശ്നമായിട്ടില്ല, രാജ്യത്തെ ആകമാനം പ്രശ്നം. രാജ്യത്ത് നോക്കൂ, പല സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള മൂവ്മെൻറ്റുകൾ സംഘടിപ്പിക്കുകയും കർഷകരെ, തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്, അതിനുവേണ്ടി പണിയെടുക്കുന്ന പാർട്ടിയാണ് CPIM. അപ്പോൾ അവരുടെ നമുക്ക് രാജ്യത്തിൻ്റെ അതിജീവനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വന്നിരിക്കെ എന്താണ് അതിനകത്ത് ആഞ്ഞിറങ്ങാത്തതെന്നുള്ള സംശയം എനിക്ക് തോന്നുകയാണ്. നിരന്തരമായി ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാത്തത്, അത്തരം എഡ്യൂക്കേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ്? അതൊരു പ്രധാന വിഷയമാക്കി മാറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് സംശയം എനിക്കുണ്ട്. ഇപ്പോഴും കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുകയും ആവർത്തിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് CPIയുടെ നേതാക്കളാണ്. നിങ്ങൾക്ക് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംഗതികളെല്ലാം കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു രാഹുൽ ഗാന്ധി കൊണ്ടുവന്നൊരു വിഷയം അയാൾ പൊളിറ്റിക്കൽ മൈലേജ് എടുത്തേക്കുമോ, അയാൾക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുമോ, അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മളെ ബാധിക്കുമോ, നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ശത്രു കോൺഗ്രസ് അല്ലേ എന്ന ആലോചനയിൽ നിന്നാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതല്ല ഇപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ട ഉത്തരവാദിത്വം. മറിച്ച് ഇത് രാഷ്ട്രത്തിൻ്റെ അതിജീവനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്ന് കാണാനും ഒരുമിച്ചൊരു പോരാട്ട മുഖം തുറക്കാൻ കഴിയണം. കാരണം ഇത് ഇന്ത്യ സഖ്യം, ഒരർത്ഥത്തിൽ ഇന്ത്യ സഖ്യം ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയമാണ് അല്ലേ? രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിനകത്തുള്ള ആളാണ്. CPIM ഇന്ത്യ സഖ്യവുമായി അസോസിയേറ്റ് ചെയ്യുന്ന പാർട്ടിയാണ്. ഇന്ത്യ സഖ്യം രാജ്യത്തൊരു മേജർ കൺസേൺ ആയിട്ട് ഉന്നയിക്കുകയാണ് ഈ വോട്ട് ചോരി. അതെന്താണ് അതിനകത്തുള്ള പാർട്ടിയായ CPIMന് ഒരു മേജർ ഇഷ്യൂ ആയി തോന്നുന്നത്? എന്ന് മാത്രമല്ല, CPIMൻ്റെ കൂടെ നിൽക്കുന്നുവെന്ന് ഭാവിക്കുന്ന ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ കാണുന്നുണ്ട്. അവരാരും ഈ വിഷയത്തെ വലിയ എടുക്കുന്നില്ല. ചില ആളുകൾ എടുത്തിട്ട് രാഹുൽ ഗാന്ധി ചെയ്തത് മുഴുവൻ പൊട്ടത്തരമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ചെയ്തിട്ടുള്ള മണ്ടത്തരമാണ്, കമ്മീഷനെ കുറ്റം പറയാൻ രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ കഴിയുമെന്നൊക്കെയുള്ള സംഘപരിവാർ മോഡൽ ചോദ്യം ചോദിക്കുകയാണ് ഞാൻ ഇടതുപക്ഷമാണെന്ന് അവകാശപ്പെടുന്ന പല യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്റേഴ്സും ഒക്കെ. അപ്പോൾ അതിലാണ് എനിക്ക് നിരാശ. ബാക്കി നമ്മൾ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. കാരണം വോട്ട് ചെയ്ത ആളുകളെ ഭരണകൂടത്തെ മാറ്റാൻ കഴിയുന്ന ഹോപ്പിലാണ് ഓരോ ഘട്ടത്തിൽ നമ്മളുള്ളത്. അല്ലെങ്കിൽ വോട്ട് ചെയ്ത് ഭരണകൂടത്തെ നിർണ്ണയിക്കാൻ കഴിയും, വോട്ട് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് മത്സരിച്ച് ജയിക്കാൻ കഴിയും, നമുക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയും. എത്ര പുതിയ മൂവ്മെൻറ്റുകളെ കണ്ടില്ല. ആം ആദ്മി പാർട്ടിയൊക്കെ പുതിയ മൂവ്മെൻറ്റുകളാണ്. അത്തരം പുതിയ ആം ആദ്മി പാർട്ടികളുടെ സാധ്യതയെല്ലാം ഇല്ലാതാവുന്നല്ല ഭയപ്പാടല്ലേ? കാരണം ഇനി നിങ്ങൾ എന്ത് മൂവ്മെൻറ്റ് ഉണ്ടാക്കൊണ്ടെന്നാലും തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയാണെങ്കിൽ ജയിക്കേണ്ടതാണെന്ന് മുതലാളി തീരുമാനിച്ചിട്ടുണ്ട് എന്ന മട്ടാണെങ്കിൽ പിന്നെ എന്താ കാര്യം? അപ്പോൾ അതൊരു അതിപ്രധാനമായ ഘട്ടമാണ്. ആ ഘട്ടത്തെ എക്സ്പോസ് ചെയ്യാൻ, അത് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, ജനങ്ങളുടെ ഒരു ജീവൽ പ്രശ്നമാക്കി അതിനെ മാറ്റാൻ അങ്ങനെ പറ്റൂ. അല്ലാതെ ഏതെങ്കിലും കക്ഷികൾക്ക് മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടും രാഹുൽ ഗാന്ധി യാത്ര നടത്തിക്കൊണ്ടും പരിഹരിക്കാൻ കഴിയില്ല. ജനങ്ങളെ ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിയണം. അപ്പോൾ അതിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുക. അതിൽ കേസെടുക്കേണ്ടതാണെങ്കിൽ കേസെടുത്ത് തന്നെ മുന്നോട്ട് പോകുക, അമാന്തിക്കാനേ പാടില്ല. എന്നാൽ അതിനകത്ത് വലിയ അമാന്തം ഉണ്ടായി. കാരണം ഇവർക്ക് എല്ലാവർക്കും പരാതിയുള്ള കേസാണ്. KP രാജേന്ദ്രൻ 2 പരാതി കൊടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ്. പക്ഷേ ഫൈനൽ പട്ടിക വന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. ഫൈനൽ പട്ടിക വരുമ്പോൾ എന്തോ ഏർപ്പാട് വെച്ചിട്ടാണ് വരുന്നത് സംശയിക്കണം. കാരണം നമ്മൾ തോന്നും താഴെത്തട്ടിൽ ആരും പണിയെടുക്കുന്നില്ലേ, ഇവരൊന്നും ഇത് മോണിറ്റർ ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള സംശയം തോന്നുന്നു. മോണിറ്റർ ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഫൈനൽ പട്ടിക വരുമ്പോൾ ഞെട്ടുകയാണ്. അത് ഏത് വഴിക്കാണ് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതിനകത്ത് കുഴപ്പം നടന്നിട്ടുണ്ടോ എന്ന് അവർക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പേ അറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ ഉടനെ 45 ഡേയ്സിന് മുമ്പ് അവർക്കെല്ലാം അത് ഉന്നയിക്കാമായിരുന്നു. രാഷ്ട്രീയമായി ഉന്നയിക്കായിരുന്നു, നിയമപരമായി ഉന്നയിക്കായിരുന്നു. എന്താ ഉന്നയിക്കാതിരുന്നുള്ള സംശയമൊക്കെ ഇവിടെയുണ്ട്. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് പൊതുവേ പലതരത്തിലുള്ള ദുരൂഹതകളും സംശയങ്ങളും ആക്ഷേപങ്ങളും നമ്മുടെ മുമ്പിലുള്ളതാണ്. ആ ആക്ഷേപങ്ങൾ ഇനിയും പരിഹരിക്കപ്പെട്ടില്ല. നിങ്ങൾ വെറുതെ തൃശ്ശൂർ പൂരം കലക്കിയ കേസിനകത്ത് എന്താണ് അവസാനം സംഭവിച്ചെന്ന് എടുത്തു നോക്കിയാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. FIR പോലും ഇല്ല അതിനകത്ത്. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നുള്ള റവന്യൂ മന്ത്രി പറയുന്ന സ്ഥിതി നമ്മൾ കണ്ടു. അപ്പോൾ എന്തൊക്കെയോ തോതിൽ ഇങ്ങനെ ഒരു നമുക്ക് ദഹിക്കാത്ത സംഗതികളാൽ
മുഖരിതമാണ് തൃശ്ശൂർ എപ്പിസോഡെന്ന് ഞാൻ പറയും. അതിനകത്ത് ക്ലാരിറ്റി വരുത്താനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. കാരണം ഇത് അതിജീവന പ്രശ്നമാണ്, എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവട്ടെ.